പയ്യന്നൂരിലെ തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് മുൻ MLA ആയിരുന്ന TA മധുസൂദനൻ ഹൈക്കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. ഇതില് ഇപ്പൊ ഈ പറയുന്ന അതായത് കുഞ്ഞികൃഷ്ണൻ തനിക്കെതിരെ വ്യാജ പ്രചരണം നടത്തിയാണ് വിജയിച്ചതെന്നാണ് ഈ ഹർജിയിൽ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഈ ഹർജിയുടെ വാദം കേട്ട ശേഷം ഹൈക്കോടതി കുഞ്ഞികൃഷ്ണൻ ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അതായത് അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം വ്യാജ പ്രചരണമാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ട്, ഇതിലൂടെ തെരഞ്ഞെടുപ്പിൽ തനിക്ക് അനുകൂലമായി അല്ലെങ്കിൽ TA മധുസൂദൻ പരാജയപ്പെടുന്നതിന് കാരണമായി തീർന്നു എന്ന് പറയുന്ന മറ്റൊരു പോയിന്റ്. തെളിവുകളൊന്നും ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല കുഞ്ഞികൃഷ്ണൻ എന്നുള്ളത് മറ്റൊരു പോയിന്റ്. ഇതിൽ ഈ മൂന്ന് കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ടും ഈ കുഞ്ഞികൃഷ്ണന് എതിരായി TA മധുസൂദൻ ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ കാര്യം നമുക്കെടുത്ത് നോക്കാം. കുഞ്ഞികൃഷ്ണൻ എന്തിനാണ് ഇങ്ങനെയൊരു ആരോപണം ഉയർത്തിയത്? ഈ ആരോപണത്തിൻ്റെ പിന്നിൽ എന്താണ്? അതായത് ധനരാജ് രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് എന്ന് പറയുന്ന ഒരു ഫണ്ട് തട്ടിപ്പ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഈ ഫണ്ട് തട്ടിപ്പ് നടന്നത് കേരളത്തിലെ പൊതുജനത്തിൻ്റെ കയ്യിൽ നിന്നും പിരിച്ചെടുത്ത തുകയിലാണോ തട്ടിപ്പ് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഘട്ടത്തിൽ പോലും കേരളമൊട്ടുക്ക് ധനരാജ് രക്തസാക്ഷി ഫണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പിരിവ് CPM നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൽ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് പയ്യന്നൂർ ഏരിയ കമ്മിറ്റി മാത്രം ബേസ് ചെയ്ത് നടപ്പിലാക്കിയ, പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയിൽ മാത്രം നടത്തിയ ഒരു പിരിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫണ്ട് റേസ് ചെയ്തത്, ധനരാജ് രക്തസാക്ഷി ഫണ്ട്. അപ്പോൾ ആ ഫണ്ടിൽ ഈ പറയുന്ന TA മധുസൂദൻ വകമാറ്റി ചെലവഴിച്ചു എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ആരോപണം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പറയുന്ന അന്ന് പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയിലും അതോടൊപ്പം തന്നെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അടക്കമുള്ള കമ്മിറ്റികളിലും ഇതുമായി ബന്ധപ്പെട്ട് പരാതി വരികയും ഈ പരാതിയിന്മേൽ അന്വേഷണം നടത്തുകയും കുറ്റക്കാർ ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഫണ്ട് തട്ടിപ്പ് കണ്ടെത്തി എന്ന് ഉറപ്പുണ്ടെന്നെങ്കിൽ അയാൾക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ഇതിനെ മറികടക്കുന്ന രീതിയിൽ കുഞ്ഞികൃഷ്ണൻ പിന്നീട് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിനിടയിലാണ് ഈ ഒരു കാര്യം ഉയർത്തിക്കൊണ്ടുവരുന്നത്. അപ്പം വേറൊരു ചോദ്യം ചോദിക്കാം, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫണ്ട് തട്ടിപ്പ് നടന്ന വിവരം മറ്റുള്ളവരെ അറിയിക്കാതിരുന്നത്? ഇവിടെ ധനരാജ് രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇക്കാര്യത്തിൽ ഒരു പരാതിയുമായി മാധ്യമങ്ങളെ കാണുകയോ അതല്ലെങ്കിൽ ഒരു കേസുമായി മുന്നോട്ട് പോവുകയോ ചെയ്യേണ്ടത് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ധനരാജിന്റെ ബന്ധുക്കളാണ്. അവരുടെ ജീവിച്ചിരിക്കുന്ന അവരുടെ കുടുംബമാണ് ശരിക്കും പറഞ്ഞാൽ ധനരാജിന്റെ രക്തസാക്ഷി ഫണ്ട് പാർട്ടി വെട്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത്. എന്നാൽ നാളിതുവരെയായി, ഇത്രയും നാളായാലും TA മധുസൂദൻ പരാജയപ്പെടുകയും ചെയ്തു. നാളിതുവരെയായി ഈ കുടുംബം അത്തരത്തിലൊരു പരാതി എങ്ങും റേസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. കാര്യം എന്തിനു വേണ്ടിയിട്ടാണ് ഫണ്ട് പിരിച്ചത്? ആ ഫണ്ട് പിരിച്ചത് ധനരാജിന്റെ പേരിലുള്ള കേസ് നടത്തുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ധനരാജിന്റെ പേരിൽ സഹകരണ സംഘത്തിലുണ്ടായിരുന്ന ഒരു കടമുണ്ടായിരുന്നു, അത് വീട്ടുക, അങ്ങനെ തുടങ്ങി ധനരാജുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാളുടെ കുടുംബത്തിന് വേണ്ട ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഫണ്ട് സ്വരൂപിക്കുന്നത്. അത് പിന്നെ ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ നിർമ്മാണം എന്നും പറഞ്ഞിട്ട് വക മാറ്റി ചെലവഴിച്ചു എന്നുള്ളതാണ് ആരോപണം. അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പാർട്ടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടത്തി അതിനകത്ത് കുറ്റക്കാരായവർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്തതാണ്. അപ്പൊ അതിനുശേഷം ഈ പറയുന്ന കുഞ്ഞികൃഷ്ണൻ എന്ത് ചെയ്തു? പരാതിയുമായി മുന്നോട്ട് പോകുന്നു. ഈ പരാതി പൊതുമധ്യത്തിൽ ചർച്ചയിലേക്ക് എടുക്കുന്നു. എന്തിനാണ് ഇങ്ങനെ ധനരാജ് രക്തസാക്ഷി ഫണ്ടിന്റെ കാര്യത്തിൽ പൊതുമധ്യത്തിൽ ഒരു മാധ്യമത്തിനകത്ത് കയറി വന്നുകൊണ്ട് ഒരു ഇന്റർവ്യൂവിൽ ഇത് പറയേണ്ട ആവശ്യം എന്തായിരുന്നു? അപ്പൊ തീർച്ചയായിട്ടും ഇത് നല്ല ഉദ്ദേശത്തോടു കൂടിയല്ല. TA മധുസൂദൻ എന്ന് പറയുന്ന നിലവിലുള്ള MLA ഇതിലൂടെ തേജോവധം ചെയ്യുക എന്ന് പറയുന്ന കൃത്യമായ ഒരു ഉദ്ദേശം, ലക്ഷ്യം ഈ പറയുന്ന കുഞ്ഞികൃഷ്ണൻ സഖാവിനുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതായത് തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്തും കൂടെ ആയതുകൊണ്ട് നമ്മൾക്കത് വിശ്വസിച്ചേ പറ്റൂ. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ TA മധുസൂദനെതിരായിട്ട് ഒരു വലിയ ആരോപണം കടന്നു വരുന്നു. TA മധുസൂദനെ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് എതിരായും ഈ ആരോപണം ഉയർന്നു വരുന്നു. എന്നാൽ വീണ്ടും വിധം അതിനെ പ്രതിരോധിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ KK രാഗേഷിനെ കൊണ്ട് അത്ര ശക്തമായി അതിനെതിരെ പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും വേറൊരു വസ്തുതയാണ്. ആത്മവിശ്വാസം പൊതുവെ LDF ഉണ്ടായിരുന്നു. അതുകൊണ്ട് കൃത്യമായി അതിനെ പ്രതിരോധിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് വല്ലാത്തൊരു വെല്ലുവിളിയാണ്. പക്ഷേ ഇത് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വലിയൊരു ആയുധമായി മാറി. ഇത് വലിയൊരു ആയുധമായി മാറി. കാരണം CPM-നെതിരായി നടക്കുന്ന ഒരു വലിയ ഫണ്ട് തട്ടിപ്പ്, വലിയ ഫണ്ട് തട്ടിപ്പ് കേസ് പുറത്തേക്ക് വന്നു എന്നുള്ളതായി പിന്നീടുള്ള ഒരു സാധനം. ഇതിനെ UDF വേണ്ട വിധത്തിൽ രാഷ്ട്രീയമായി ഉപയോഗിച്ചു എന്നുള്ളതും സത്യമാണ്. അപ്പോൾ UDF അത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇപ്പുറത്തെ സൈഡ് നോക്കിക്കണം. UDF മാന്യന്മാരാണോ? UDF-നെ പൊളിറ്റിക്കലി യൂസ് ചെയ്തു. ഇവിടെ UDF മാന്യന്മാരായിരുന്നോ?
UDF മാന്യന്മാരല്ലായിരുന്നു. കാരണം എന്താ, ആ സമയത്ത് UDFന്റെ തലയ്ക്ക് തൂങ്ങിക്കിടക്കുന്ന വാള് വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുനരധിവാസത്തിന് വേണ്ടി പിരിച്ച തുക അപ്പോഴും വാള് പോലെ കോൺഗ്രസിന്റെ തലയിലുണ്ട്. അതിനു മുൻപ് പിന്നെ ഉമ്മൻചാണ്ടി അധികാരത്തിലിരുന്ന സമയത്ത് പോലും K. കരുണാകരന് സ്മാരക മന്ദിരം നിർമ്മിക്കാൻ വേണ്ടി നന്ദാവനത്ത് അനുവദിച്ച വസ്തുവിൽ ഒരു കെട്ടിടം പണിയുന്നതിന് വേണ്ടിയിട്ട് പിരിവെടുത്ത് ആ പിരിഞ്ഞു കിട്ടിയ പൈസ വെട്ടിച്ചിട്ട് നിൽക്കുന്ന കൂട്ടരാണ് കോൺഗ്രസ്സുകാർ. അപ്പൊ ഈ രണ്ട് ഫണ്ട് തട്ടിപ്പ് കേസുകളും ഈ രണ്ട് വെട്ടിക്കലും, അത് നമ്മളിപ്പോ പൊതുവിൽ പറയുമ്പോൾ രണ്ടെണ്ണം നമ്മുടെ മുന്നിൽ പറഞ്ഞാൽ മതി, ഈ രണ്ടെണ്ണം നിലവിൽ കിടക്കുകയാണ് കോൺഗ്രസിനെതിരെ. എവിടെ യൂത്ത് കോൺഗ്രസ്സുകാരോ ഈ പറയുന്ന അതേപോലെ 100 വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് 30 വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഫണ്ട് പിരിച്ചിട്ട് അത് വെട്ടിച്ചിട്ട് ഇരിക്കുന്നു. അപ്പം ഇതാണ് കോൺഗ്രസിന്റെ പശ്ചാത്തലം. ഈ കോൺഗ്രസ് ആണ് കുഞ്ഞികൃഷ്ണൻ സഖാവ് അല്ലെങ്കിൽ കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന നേതാവ് TA മധുസൂദനെതിരായിട്ട് ധനരാജ് രക്തസാക്ഷി ഫണ്ട് ലക്ഷങ്ങൾ വെട്ടിച്ചതിന്റെ കണക്ക് പറഞ്ഞപ്പോൾ CPM-നെ ക്രൂശിക്കാൻ വന്നതെന്നുള്ളതിന്റെ ഇതിനകത്ത് ഏറ്റവും വലിയ വിരോധാഭാസം ഇതാണ്. അതിന്റെ ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറഞ്ഞാൽ അപ്പൊ എന്തെങ്കിലും ആയിക്കോട്ടെ, പുള്ളി എങ്ങനെ ആരോപണം ഉന്നയിച്ചു. ഇനി രണ്ടാമത്തെ പോയിന്റ്, തെളിവുണ്ടോ? അതായത് TA മധുസൂദനൻ ഈ ഫണ്ട് വക മാറ്റി ചെലവഴിച്ചു എന്നുള്ളതിന് തെളിവ് എവിടെയെങ്കിലും, അതിപ്പോൾ ഒരു മാധ്യമത്തിന് മുമ്പ് ഇരുന്ന് പറയുകയായിരുന്നു, ആ മാധ്യമത്തിന് മുമ്പ് ഇരുന്നുകൊണ്ട് എനിക്കാണെങ്കിൽ പോലും ആർക്കെതിരെ വേണമെങ്കിലും ആരോപണം ഉന്നയിക്കാൻ സാധിക്കും, സിമ്പിളായിട്ട് സാധിക്കും. ഇപ്പം നമ്മൾ പറയുന്ന പല സാധനങ്ങളും ചിലപ്പോൾ ആരോപിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ പറയുന്നത്, ആരോപണം ഉന്നയിക്കാൻ സാധിക്കും. പക്ഷേ ഈ ആരോപണം നിലനിൽക്കണമെങ്കിൽ എന്ത് വേണമായിരുന്നു? ഈ പറയുന്ന കുഞ്ഞികൃഷ്ണൻ കൃത്യമായി ഈ പറയുന്ന ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അടക്കമുള്ള വിവരങ്ങൾ പുറത്തുവിടണമായിരുന്നു, തെളിവ് കൊണ്ടുവരണം. അങ്ങനെ എന്തെങ്കിലും തെളിവുകൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു തെളിവും കൊണ്ടുവന്നിട്ടില്ല. അല്ലെങ്കിൽ അങ്ങനെ തെളിവുകൾ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഗുരുതര സാമ്പത്തിക ക്രമക്കേട് എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾക്കെതിരെ TA മധുസൂദനെതിരെ കേസ് ഫയൽ ചെയ്യാമായിരുന്നു. അപ്പൊ മാധ്യമങ്ങളുടെ മുന്നിൽ തെറ്റിദ്ധാരണാജനകമായ രീതിയിൽ അപകീർത്തികരമായ പരാമർശം നടത്തി എന്നുള്ളത് ഇത് പിന്നെ വസ്തുതയല്ലേ? അതിൽ വസ്തുതാപരമാണ്. അപ്പോൾ ഇവിടെ ഈ പറയുന്ന കാര്യങ്ങളിൽ കുഞ്ഞികൃഷ്ണൻ ഏറ്റവും വലിയ കാര്യമായി പ്രവർത്തിച്ചു എന്നുള്ളത് വസ്തുതയാണ്. അതിൽ കഴമ്പ് ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കണം അപ്പോൾ ഈ ഒരു നോട്ടീസും വന്നത് ആയിരിക്കാം. കോടതി പരിശോധിച്ചിട്ടുണ്ട്. പിന്നെ ചില കാര്യങ്ങളിലൊക്കെ കോടതിയെ സംബന്ധിച്ചിടത്തോളം സാങ്കേതികമായ കാര്യങ്ങൾ നോക്കും, നിയമപരമായ സാധുത നോക്കും, ഒരു ലീഗലായിട്ടുള്ളൊരു നിലനിൽപ്പ് എത്രത്തോളം ആ പരാതിക്കുണ്ട് എന്നുള്ളത് നോക്കും. ഇവിടെ കുഞ്ഞികൃഷ്ണൻ ചിന്തിച്ച കാര്യം നടന്നു. കുഞ്ഞികൃഷ്ണന് പയ്യന്നൂരിൽ നിന്ന് സ്ഥാനാർത്ഥിയാവാൻ സാധിച്ചു. കുഞ്ഞികൃഷ്ണന് പ്രായം കുറയായി. അപ്പോൾ കുഞ്ഞികൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണയെങ്കിലും ഒരു നിയമസഭാ സാമാജികൻ എന്ന് പറയുന്ന ഒരു പട്ടം കിട്ടിയില്ലെങ്കിൽ ജീവിതകാലത്ത് ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് കുഞ്ഞികൃഷ്ണൻ നന്നായിട്ട് അറിയാം. കുഞ്ഞികൃഷ്ണൻ എന്ത് ചെയ്തു? ആ പട്ടം കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ RSP ആണ് പിന്തുണച്ചത്. എന്നിട്ട് എന്ത് സംഭവിച്ചു? TA മധുസൂദനെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കി. TA മധുസൂദന് വിജയസാധ്യത ഉണ്ടായിരുന്ന മണ്ഡലമാണ് പയ്യന്നൂർ. അവിടെ കുഞ്ഞികൃഷ്ണൻ വന്നു. അപ്പോൾ പയ്യന്നൂർ എന്ന് പറയുന്ന ഒരു ഏരിയ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചിന്തിക്കുമ്പോൾ ഏറ്റവും വലിയ തെറ്റുകാരൻ ആരാ? TA മധുസൂദനാ, കുഞ്ഞികൃഷ്ണൻ അല്ല. TA മധുസൂദനൻ തെറ്റുകാരനാ. പയ്യന്നൂരിലെ വോട്ടർമാരെ സ്വാധീനിക്കാൻ അത് മതി. പയ്യന്നൂരിലെ വോട്ടർമാരെ സ്വാധീനിക്കാൻ. കാരണം എന്താ? ധനരാജ് എന്ന് പറയുന്ന ഒരു സഖാവ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ഒരു മാറ്റം. ആ ധനരാജ് എന്ന് പറയുന്ന ആ സഖാവ് മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വത്തിന് വേണ്ടി പണം പിരിച്ച് പുട്ടടിച്ച ഒരാളാണ് TA മധുസൂദനൻ. അപ്പൊ TA മധുസൂദനെ എങ്ങനെ അവിടുത്തെ പാർട്ടിക്കാർ വോട്ട് കുത്തും? അങ്ങനെ അവിടുത്തെ മധുസൂദനെ ഏത് പാർട്ടിക്കാർ പിന്തുണയ്ക്കും? അവിടുത്തെ പൊതുജനം എങ്ങനെ പിന്തുണയ്ക്കും? സ്വാഭാവികമായിട്ടും അത് TA മധുസൂദനെതിരായിട്ടുള്ള വലിയൊരു പ്രചരണമായി മാറുന്നു. ആ പ്രചരണത്തിന്റെ ഭാഗമായി അദ്ദേഹത്തിന് കിട്ടേണ്ട വോട്ടുകൾ മാറുന്നു. പകരം ഈ ഒരു കള്ളക്കഥ അല്ലെങ്കിൽ ഈ ഒരു കള്ളം, വലിയൊരു അഴിമതി, വലിയൊരു കറപ്ഷൻ പുറത്തേക്ക് കൊണ്ടുവന്ന അല്ലെ ഫണ്ട് തട്ടിപ്പ് കേസ് പുറത്തേക്ക് കൊണ്ടുവന്ന കുഞ്ഞികൃഷ്ണൻ അവരുടെ ദൈവമായി മാറുന്നു. ഇനി CPM അവിടെ അബദ്ധം കാണിച്ചു. കുഞ്ഞികൃഷ്ണൻ ഇത്തരത്തിൽ പറയുകയും ഒരു വിമതനായി നിൽക്കാനും പോകുന്ന സമയത്ത് CPM അവിടെ കൃത്യമായി ക്ഷമ പാലിക്കേണ്ടതായിരുന്നു. CPM അവിടെ ക്ഷമ പാലിച്ചില്ല. CPM എന്ത് ചെയ്തു? ഒരു വിമതനായ സ്ഥാനാർത്ഥിക്കെതിരായി അല്ലെങ്കിൽ വിമതനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട് കയറി ആക്രമിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ സപ്പോർട്ടേഴ്സിന്റെ വീട്ടിൽ വണ്ടികൾ കത്തിക്കാൻ തുടങ്ങി. അത് CPM-ന് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ്. CPM അതിന് നിൽക്കരുതായിരുന്നു. കുഞ്ഞികൃഷ്ണൻ പോയെങ്കിൽ പൊക്കോട്ടെ. അതിന് പകരം തെളിവുകളടക്കം അതിനെ പ്രതിരോധിക്കാൻ KK രാഗേഷോ അല്ലെങ്കിൽ പയ്യന്നൂരിൽ നിന്നോ ആൾക്കാർ അല്ലെങ്കിൽ TA മധുസൂദനോ ശ്രമിക്കേണ്ടതായിരുന്നു. അതിനെ തെളിവുകളടക്കം പൊളിച്ചു കൊടുത്ത് പൊതുജനത്തിന്റെ മുമ്പിൽ കൃത്യമായ ഒരാളായി നിൽക്കണം. തെളിവോടുകൂടി നിൽക്കുന്ന ഒരാളായി മാറാൻ, തെളിമയോടുകൂടി നിൽക്കുന്ന ഒരാളായി മാറാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ TA മധുസൂദനൻ ശ്രമിക്കേണ്ടതായിരുന്നു. പക്ഷേ TA മധുസൂദനൻ അതിന് ശ്രമിച്ചില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ പോരായ്മയാണ്. ഇനിയിപ്പോൾ കേസ് കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. കേസ് ഇനിയിപ്പോൾ കോടതി വിളിച്ച് അതുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ പോയി അതൊക്കെ കഴിയുമ്പോൾ 5 വർഷം പൂർത്തിയാവും. എന്തായാലും അവരുദ്ദേശിച്ച കാര്യം നടന്നു. അതായത് കുഞ്ഞികൃഷ്ണൻ സഖാവ് ഉദ്ദേശിച്ച കാര്യം നടന്നു. ഒന്നാമത്തെ കാര്യം, TA മധുസൂദനെ ഒഴിവാക്കാൻ കഴിഞ്ഞു. വലിയൊരു അഴിമതി ആരോപണം കൊണ്ടുവന്ന് പാർട്ടിയുടെ തലയെ കൊണ്ട് ചാരാൻ കഴിഞ്ഞു. അതോടൊപ്പം അവിടുത്തെ ജയിച്ചു കയറാൻ സാധിച്ചു.
ഇത് ഇത്രയും കാര്യം പിന്നെ കുഞ്ഞികൃഷ്ണ സഖാവ് ഉദ്ദേശിച്ച കാര്യം കൃത്യമായി നടപ്പിലാക്കി. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ വേറെ പിന്നെ UDFൻ്റെ തലയൊന്നും ഇല്ല എന്ന് നമുക്ക് കരുതാൻ പറ്റില്ല. കാരണം അത്ര കൃത്യമായി പ്ലാൻ ചെയ്ത് കൃത്യമായി ആസൂത്രണത്തോടു കൂടി നടപ്പിലാക്കിയ ഒരു പദ്ധതി തന്നെയായിരുന്നു ഇത് നമുക്ക് വേണം കരുതാൻ.